ഇപ്പോൾ നെന്മാറ കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ കോടതിയിൽ എത്തിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. 3 പേരുടെ കൊലപാതകം നടത്തിയ അന്ധവിശ്വാസം പ്രേരണയാക്കിയ ചെന്താമര, ആ ചെന്താമര നാടിന് തന്നെ ഭീഷണിയാണ്. തീർച്ചയായും കനത്ത സുരക്ഷയാണ്. അതുകൊണ്ട് ജനരോഷം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് കനത്ത സുരക്ഷയാണ് പോലീസ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ചെന്താമരയെ കോടതിയിലേക്ക് എത്തിക്കുകയാണ്. ഇനി ചെന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. കാരണം നേരത്തെ ഒരു യുവതിയെ കൊല്ലുന്നു, പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ശേഷം ആ കൊല്ലപ്പെട്ട യുവതിയുടെ ഭർത്താവിൻ്റെ അമ്മയെയും ഒക്കെ കൊല്ലുന്ന സാഹചര്യമുണ്ടായി. വീണ്ടും പലരെയും കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്നു, പലർക്കെതിരെയും ഭീഷണി മുഴക്കിയിരുന്നു. മുടിയുള്ള ഒരു പെണ്ണ് തൻ്റെ കുടുംബം തകർത്തു എന്ന ഏതോ ഒരു ജ്യോതിഷിയുടെ വാക്കുകൾ കേട്ടിട്ടാണ് ചെന്താമര അത്തരത്തിൽ ചെയ്തത് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരം. പക്ഷേ അതിൻ്റെ കൂടുതൽ സമഗ്രതകളിലേക്ക് പോകേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട് പോലീസിന്. അതുകൊണ്ട് സ്വാഭാവികമായും കോടതിയിൽ ഇന്ന് ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങുകയും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കുകയും കൂടുതൽ അന്വേഷണത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യലാണ് പോലീസിൻ്റെ അടുത്ത ദൗത്യം. അതിൻ്റെ ഭാഗമായി കൂടിയാണ് കോടതി മുറിയിൽ ചെന്താമരയെ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശരത് ഓങ്ങല്ലൂർ കൂടി ചേരുകയാണ്. ശരത്ത്, ചെന്താമരയെ കോടതിയിലെത്തിച്ചു അല്ലേ? 11:15 കൂടിയിട്ടാണ് ആലത്തൂർ CI ആയിട്ടുള്ള ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ചെന്താമരയെ ആലത്തൂർ ഫസ്റ്റ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. അതിനുശേഷമായിരിക്കും നെന്മാറയിലെത്തി ഈ കൃത്യം നടത്തിയ സ്ഥലത്ത് വെച്ചും അതുപോലെ തന്നെ ഒളിവിൽ താമസിക്കാൻ ഉപയോഗിച്ച സ്ഥലം, അതുപോലെ തന്നെ ഈ കത്തി വാങ്ങിയ സ്ഥലം എന്നിവിടങ്ങളിൽ 3 സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന സമയത്ത് വലിയ രീതിയിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക പോലീസിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടായേക്കും എന്നൊരു തോന്നലിന്റെ ഭാഗത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ കാര്യമായി നിയോഗിച്ചിരുന്നു. എന്നാൽ നിലവിൽ ആലത്തൂർ എത്തിയ സമയത്ത് അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും നിലവിലുണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രദേശവാസികളുടെ സഹായം ഇതിനകത്ത് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ചെന്താമര പറയുന്ന കാര്യങ്ങൾക്കകത്ത് കൃത്യമായിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്യുക, അത് ഉറപ്പുവരുത്തണമെങ്കിൽ പ്രദേശവാസികളുടെ സഹായം ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ 6 പ്രദേശവാസികളെ സഹായത്തിന് തെളിവെടുപ്പിന്റെ സമയത്ത് പോലീസ് അഭ്യർത്ഥിച്ച പ്രകാരം വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 11:15 കൂടിയിട്ടാണ് ആലത്തൂർ CI ആയിട്ടുള്ള ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചെന്താമരയെ ആലത്തൂർ സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. അദ്ദേഹം വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലായിരുന്നു. അവിടെ നിന്ന് 10 മണിയോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. 11:15 കൂടിയിട്ട് തന്നെ ആലത്തൂർ സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. അജിംഷാദ്, തീർച്ചയായും 3 പേരെ കൊലപ്പെടുത്തുന്നു, വീണ്ടും ഭീഷണികൾ ഉയർത്തുന്നു, ഒരു കുടുംബത്തെ നശിപ്പിക്കുന്നു, നാടിനെ ഭീഷണിപ്പെടുത്തുന്നു, അതും ജാമ്യത്തിലിറങ്ങിയ ശേഷം നിയമത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു. ഇത്യാദി പ്രവർത്തികളൊക്കെ ചെയ്ത ഒരു കൊടും ക്രിമിനലായി ചെന്താമര മാറുന്നു. അതിനുശേഷം ഒളിവിൽ പോയതും പോലീസിനെ വട്ടം ചുറ്റിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ പോലീസ് പാഴാക്കി അയാളെ പിടികൂടുന്ന ഘട്ടം, ആ പിടികൂടുന്ന ഘട്ടത്തിലുള്ള രാത്രി ദൃശ്യങ്ങളടക്കം നാം തത്സമയം നൽകിയതാണ് കൈരളി ന്യൂസ് അടക്കം. നോക്കൂ ശരത് ഓങ്ങല്ലൂർ, ആദ്യം പിടികൂടുമ്പോൾ ഭക്ഷണമാണ് അയാൾ ചോദിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പെരുമാറ്റങ്ങളിൽ വൈകൃതമുള്ള ഒരു വ്യക്തി കൂടിയാണ് ചെന്താമര. ആ ചെന്താമര നാടിന് ഭീഷണിയാണ്. സ്വാഭാവികമായും ജനരോഷമുണ്ടാകും. കനത്ത സുരക്ഷ അവിടെ പോലീസ് ഒരുക്കിയിരുന്നത് അതുകൊണ്ടാണോ? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ നടപടികളായി പുരോഗമിക്കുന്നത്? തീർച്ചയായിട്ടും ഈ അതീവ സുരക്ഷ ഒരുക്കി എന്ന കാര്യം കൃത്യമായി പറയണം. കാരണം ഇതിനകത്ത് ജനരോഷം ഏത് രീതി വരെ എത്തും അല്ലെങ്കിൽ ഏത് തലത്തിലേക്ക് കടക്കുമെന്ന കാര്യത്തിനകത്ത് പോലീസിനകത്ത് പോലും ആശങ്കയുണ്ട്, അല്ലെങ്കിൽ വ്യക്തത കുറവുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു പോലീസ് സേനയെ തന്നെ പ്രദേശത്ത് ആലത്തൂർ കോടതിക്ക് സമീപത്തും അതുപോലെ തന്നെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന നെന്മാറ പോത്തുണ്ടി പ്രദേശങ്ങളിലും വിന്യസിച്ചിരിക്കുന്നത്. 3 DYSPമാരിൽ 500-നടുത്ത് വരുന്ന പോലീസ് സേനാംഗങ്ങളെ ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെടുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു കയ്യേറ്റ ശ്രമവും മറ്റും ഉണ്ടാകുമോ എന്നൊരു ആശങ്ക പോലീസ് പങ്കുവയ്ക്കുന്നത് ഈ കസ്റ്റഡിയിലായതിനു ശേഷം പോലീസ് കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ഇടപെടലുണ്ടായി. അതിന്റെ തുടർച്ചയായിക്കൊണ്ട് വീണ്ടും ഇതുണ്ടാകുമോ എന്നൊരു ആശങ്കയാണ് പോലീസിനെ അലട്ടുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലാണ് ചെന്താമരയെ വിയ്യൂർ സെൻട്രൽ അതീവ സുരക്ഷാ ജയിലിൽ നിന്നും ആലത്തൂർ സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ വിടുന്ന പക്ഷം അതിന്റെ അടിസ്ഥാനത്തിൽ ചെന്താമരയെ നെന്മാറ പോത്തുണ്ടിയിൽ നടന്ന കൃത്യം നടന്ന പ്രദേശത്തേക്ക് തെളിവ് നടത്തും. അതിനുശേഷമായിരിക്കും ചെന്താമര ഒളിവിൽ പാർക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലത്തെത്തി അദ്ദേഹത്തെ തെളിവെടുപ്പിന് കൊണ്ടുപോവുക. അതിനുശേഷം കൃത്യം നടത്താൻ വാങ്ങിയ കത്തി
ഈ കത്തി വാങ്ങിയ സ്ഥലത്ത് അല്ലെങ്കിൽ കടയിലെത്തി ഒരു തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് മനസ്സിലാക്കുന്നത് പോലീസ് കസ്റ്റഡിയിലേക്ക് പ്രതിയെ വിട്ടുകൊണ്ട് പോലീസ് ഇങ്ങനെയായിരിക്കും ഹാജരാക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അജിൻഷാദ്. ശരി, ശരത്തോങ്ങല്ലൂരാണ് കോടതി വളപ്പിൽ നിന്നും ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങൾ നൽകി വന്നത്. തീർച്ചയായും ശരത്ത്, ചെന്താമര എന്ന കൊടും ക്രിമിനലിനെ വലിയ സുരക്ഷ ഒരുക്കി പോലീസ് അവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോടതി മുറിക്കുള്ളിലേക്ക് ചെന്താമരയെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. അല്പസമയം മുമ്പാണ് ചെന്താമരയെ അവിടേക്ക് എത്തിച്ച് കോടതി മുറിയിലേക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇനിയും ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടേണ്ടതിൻ്റെ ആവശ്യകതകളുണ്ട്. കാരണം ചെന്താമര കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നിയമത്തിന് മുന്നിൽ ചെന്താമരയെ ശിക്ഷിക്കാൻ ഉതകുന്ന വിധമുള്ള നിയമപരമായ പഴുതുകൾ അടയ്ക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. അതാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കാരണം ആ പ്രതിയുടെ മോട്ടീവ് എന്താണ്, അതിലേക്ക് നയിച്ചതെന്താണ്, അങ്ങനെ നയിക്കാനുണ്ടായ കാരണം എന്താണ്, അയാളുടെ മനോവൈകൃതത്തിനൊപ്പം ആരൊക്കെയാണ്, ഏതൊക്കെ എലമെൻസാണ് അതിന് സഹായകമായി അല്ലെങ്കിൽ ആ കൊടും ക്രിമിനലിന് സഹായകമായത്, പ്രേരണയായത്, അങ്ങനെ ഉണ്ടോ? അപ്പോൾ മോട്ടീവും ഇൻറ്റൻഷനും അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പോലീസിന് അറിയേണ്ടതുണ്ട്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട പല വിധത്തിലുമുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടത്തിലാണ് ചെന്താമരയെ ഇപ്പോഴിതാ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇനി പോലീസിൻ്റെ ദൗത്യം ചെന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങുകയും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കുകയും ചെയ്യൽ തന്നെയാണ്. കനത്ത സുരക്ഷ, ജനരോഷം കൂടി പരിഗണിച്ച് കനത്ത സുരക്ഷയാണ് ചെന്താമരയ്ക്ക് ജയിലിന് പുറത്തു മുതൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വരെ എത്തിക്കുന്ന ഘട്ടത്തിൽ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും ശരത്തോങ്ങല്ലൂരാണ് അവിടെ നിന്നും ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങൾ കൂടി നൽകിയത്.